Hello all. So today we are starting our new module, banking companies in corporate accounting. So before going detailed into the banking companies and all about, we have to just learn what the bank is all about, how the term is derived from, and what is the history of Indian banking and all. So അതാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. The term bank is derived from Italian word banca, which means bench. Banca spelling B-A-N-C-A, banca, which means a bench. പണ്ട് കാലങ്ങളിൽ സ്ട്രീറ്റിൽ ഒരു ബെഞ്ചിലിരുന്നായിരിക്കും പണം കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവുക. സോ അതുകൊണ്ട് ആ ഒരു ബെഞ്ച് അല്ലെങ്കിൽ ആ ഒരു ഇറ്റാലിയൻ വേർഡ് ബാങ്കയിൽ നിന്നാണ് ബാങ്ക് എന്ന ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ബാങ്കിങ് ബിസിനസ് നമുക്ക് പല കഥകളിലും പുരാണങ്ങളിലും ഒക്കെ കാണാം. പ്രത്യേകം കാണുന്നത് സ്മൃതി പീരീഡ്, വേദിക് പീരീഡ്, രാമായണ എറാസ്, മഹാഭാരത എറാസ്, ഇതിലൊക്കെ നമുക്ക് കാണാം ബാങ്കിങ് ബിസിനസ്. Manu, the great lawgiver, referred in his book that the deposits, pledges, policy of loan and rates of interest. അദ്ദേഹത്തിൻ്റെ ബുക്കിൽ ഈ വക ടേംസ് എല്ലാം അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. ഡെപ്പോസിറ്റ്സ് എന്നും പ്ലെഡ്ജസ്, പോളിസി ഓഫ് ലോൺ, റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ്, അങ്ങനെയെല്ലാം. ശരിക്കും ഇന്ത്യൻ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ കമേഴ്ഷ്യൽ ബാങ്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ഒറിജിൻ ചെയ്തിരിക്കുന്നത് 17th സെഞ്ച്വറിയിലാണ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ട്രേഡിംഗ് സെൻറ്റേഴ്സ് ബൈ ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇൻ 1770 ആദ്യത്തെ commercial bank. The history of commercial banking in India dates back to the establishment of Bank of Hindustan, Hindustan spelling HINDOOSTAN, Hindustan, which was established in 1770. പക്ഷെ അത് യൂറോപ്യൻസിൻ്റെ കൺട്രോളിലും അവരുടെ പ്രൊവിഷൻസിലൊക്കെയാണ് ഫങ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനധികം നാൾ നിലനിൽക്കാനൊന്നും സാധിച്ചിട്ടില്ല. 1832 അതിൻ്റെ ഫെയിലിയർ സംഭവിച്ചു. പക്ഷേ ഇതിനിടയ്ക്ക് 1806 ബാങ്ക് ഓഫ് കാൽക്കട്ട പ്രവർത്തനം ആരംഭിച്ചു. ബിഗാൻസ് ഇറ്റ് ബാങ്കിങ് ബിസിനസ് ഇൻ 1806 in June. Government of India did not realize the need for banks till 1809 വരെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഒരു ബാങ്കിങ് സിസ്റ്റം വേണമെന്നും ഒരു ബാങ്ക് വേണമെന്നും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതെല്ലാം കൺട്രോൾ ചെയ്യണം എന്നുള്ള ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. പിന്നീട് ഈ ബാങ്ക് ഓഫ് കാൽക്കട്ട ബാങ്ക് ഓഫ് ബംഗാൾ എന്ന് റീഡെസിഗ്നേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ജോയിന്റ് സ്റ്റോക്ക് ബാങ്ക് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ സ്പോൺസേഡ് ബൈ ഗവൺമെൻറ് ഓഫ് ബംഗാൾ. ദെൻ രണ്ട് പ്രസിഡൻസി ബാങ്ക്സ് കൂടെ ഉണ്ടായി, ബാങ്ക് ഓഫ് ബോംബെ ആൻഡ് ബാങ്ക് ഓഫ് മദ്രാസ്, which were formed in April 1840 and July 1843 respectively. അങ്ങനെ പ്രസിഡൻസി ബാങ്ക്സ് എന്നറിയപ്പെടുന്ന 3 ബാങ്ക്സ് ആണ്. ദാറ്റ് ഈസ് ദേ ആർ ബാങ്ക് ഓഫ് ബംഗാൾ, ദെൻ ബാങ്ക് ഓഫ് ബോംബെ ആൻഡ് ബാങ്ക് ഓഫ് മദ്രാസ്. പിന്നീട് ഇത് അമാൽഗമേറ്റ് ചെയ്തു, അതായത് ഈ 3 പ്രസിഡൻസി ബാങ്ക്സിനെയും അമാൽഗമേറ്റ് ചെയ്തു. എന്നിട്ട് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് 1921 ജാനുവരി 27 എസ്റ്റാബ്ലിഷ് ചെയ്യണ്ടായി. 3 ബാങ്ക്സും പ്രസിഡൻസി ബാങ്ക്സ് എല്ലാം കൂടി അമാൽഗമേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ശരിക്കും നമ്മുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ 1917, 1917, 1932, 1939 ഒക്കെ ബാങ്കിങ് ക്രൈസിസിൻ്റെ ഒരു കാലമായിരുന്നു. ആ സമയത്ത് 1913 മുതൽ 1913 മുതൽ 1948 വരെ ഏതാണ്ട് 1100 ബാങ്ക്സ് ഫെയിലിയർ ആയിട്ടുണ്ട്. അതിന് കാരണങ്ങൾ ഒത്തിരിയാണ്. കാരണം മിസ്മാനേജ്മെൻറ്റ് കൊണ്ടും, ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് പ്രൊഫഷണൽസ്, മാനേജീരിയൽ പേഴ്സണൽസിൻ്റെ പ്രോബ്ലംസ്, അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ, ഇറാഷണൽ ആയിട്ടുള്ള ലെൻഡിങ് പോളിസീസ്, പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ്സ്, ഡെപ്പോസിറ്റ്സിനുള്ള ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്സ്, ഒരു സെൻട്രൽ റെഗുലേറ്റിംഗ് ബാങ്കിൻ്റെ ആബ്സെൻസ്, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് 1100 ബാങ്ക്സ് ഫെയിലിയർ ആയി ഇൻ ദീസ് പീരീഡ്, ദാറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ 1913 ആൻഡ് 1948. ഓക്കെ, പിന്നീട് ഞാൻ കൂടുതൽ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. പിന്നീട് 1947 ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം നമുക്ക് ഒരു ആക്ട് വേണമല്ലോ ഈ ബാങ്കിങ് കമ്പനീസിനെല്ലാം
റെഗുലേറ്റ് ചെയ്ത ആക്ട് വേണം. അങ്ങനെ ദ ബാങ്കിങ് കമ്പനീസ് ആക്ട് ഇനാക്ട് ചെയ്തു. Following which a bill was introduced in the parliament in March 1948 and was passed in February 1949. It came into force on March 16, 1949. അങ്ങനെ അന്നത്തെ ആ ആക്ട് അറിയപ്പെട്ടിരുന്നത് ബാങ്കിങ് കമ്പനീസ് ആക്ട് 1949 ആണ്. ഈ ബാങ്കിങ് കമ്പനീസ് ആക്ട് 1949 ആണ് പിന്നീട് നമ്മൾ അത് മാറ്റി ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് 1949 എന്ന് നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക്സിനെല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന ആക്ട് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് 1949 ആണ്. അങ്ങനെ നമ്മളുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തു. അതിൻ്റെ സബ്സിഡറീസ് ഒക്കെ ഇപ്പോൾ അറിയാമല്ലോ, നമ്മളതെല്ലാം മേർജ് ചെയ്ത് കൊണ്ടുവരികയാണ്. കാരണം ബാക്കിയുള്ള കൺട്രീസും നമ്മളുടെ ഇന്ത്യയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നമ്പർ ഓഫ് ബാങ്ക്സ് ആണ്. ഐ എം നോട്ട് ടെല്ലിങ് അബൌട്ട് ദ നമ്പർ ഓഫ് ബ്രാഞ്ചസ്, ഐ എം ടെല്ലിങ് അബൌട്ട് ദ നമ്പർ ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. ബാക്കിയുള്ള കൺട്രീസിലെല്ലാം കുറച്ച് നമ്പർ ഓഫ് ബാങ്ക്സും നമ്മുടെ ഇവിടെ ഒരുപാട് ബാങ്ക്സ്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, പബ്ലിക് സെക്ടർ ബാങ്ക്, ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, ഓൾഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ കാറ്റഗറിയാണ് അല്ലേ. അങ്ങനെ ഒരുപാട് ബാങ്ക്സ് ആകുമ്പോൾ അത്ര വലിയ കോമ്പറ്റീഷൻ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം എല്ലാവരും ഏതാണ്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരം തന്നെയാണ് വർക്ക് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിൽ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ബാങ്ക്സ് ഉണ്ടാകുന്നത് ഇന്ത്യക്ക് അത്ര ഫേവറബിൾ അല്ല. അതുകൊണ്ടാണ് ഈയിടെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഒരുപാട് ഡിസിഷൻസ് എടുക്കുകയും ഒരുപാട് ബാങ്ക്സിനെ മെർജ് ചെയ്ത് അതിനെ ഒന്നാക്കി ഒറ്റ ഒരു ബാങ്കാക്കി മാറ്റില്ല. കാരണം നമുക്ക് കുറച്ച് കോമ്പറ്റീഷൻ വേണം. എന്നാൽ മാത്രമേ നമ്മളുടെ ബാങ്കിങ് സിസ്റ്റം കുറച്ചുകൂടി നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുള്ളൂ. ദെൻ നാഷണലൈസേഷനെ കുറിച്ച് പറയാം. നാഷണലൈസേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 1969 ജൂലൈ 21 പാർലമെൻറ്റിൽ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മിസ്സസ് ഇന്ദിരാഗാന്ധിയാണ് നമ്മളുടെ ഒരു ഡിസിഷൻ, ഗവൺമെൻറ് ഡിസിഷൻ എന്ന് പറയുകയും ആ ഡിസിഷൻ എന്താന്ന് പറഞ്ഞാൽ ഒരു 14 ബാങ്ക്സിനെ നാഷണലൈസ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. നാഷണലൈസേഷൻ കൊണ്ട് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. നമുക്കൊരു എന്തൊരു ബെറ്റർ ബാങ്ക് മാനേജ്മെൻറ്റ് ഉണ്ടാവാം, ഒരു റീജിയണൽ ഇംബാലൻസ് ഒക്കെ നമുക്ക് കുറയ്ക്കാം, അതുപോലെ ജനങ്ങളിലൊരു നല്ലൊരു ബാങ്കിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാനും ഒക്കെയാണ് ഈ നാഷണലൈസേഷന് ശേഷമാണ് ശരിക്കും പോസ്റ്റ് നാഷണലൈസേഷൻ പീരീഡ് എന്നറിയപ്പെടുന്ന ഈ 1969 മുതൽ ഉള്ള ഒരു പീരീഡാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ബാങ്കിങ് സിസ്റ്റം ഒരുപാട് വളർന്നത്. അത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു മുൻകൈ എടുക്കുകയും അന്നത് 1969 ജൂലൈ 19 അത് അനൗൺസ് ചെയ്യുന്നത്, ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്, ടെലിവിഷനിലൊക്കെ നമ്മൾ കേൾക്കുന്നത് അന്നാണ്, ജൂലൈ 19 സോ ഇതാണ് ശരിക്കും ഒരു ഹിസ്റ്ററി. ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, ഇതുവരെയുള്ള ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. സോ എന്താണ് ബാങ്കിങ് ഇൻ ഇന്ത്യ എന്ന് നിങ്ങൾക്ക് ഓൾ ടുഗെദർ ഒരു മനസ്സിലായി കാണും. നമ്മൾ 2007 ഒക്കെ നമുക്ക് ബാങ്കിങ്ങിൽ ഒരുപാട് ക്രൈസിസ് ഉണ്ടായ കാലമായിരുന്നു. സബ് പ്രൈം ക്രൈസിസ് വരികയും അമേരിക്കയുടെ സബ് പ്രൈം ക്രൈസിസ് വരികയും നമ്മൾ അന്ന് പറയുന്നത് നമ്മുടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു കൺട്രോളിംഗ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ അന്ന് ഒരുപാട് ഇഫക്റ്റഡ് ആവാതിരുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് നമ്മൾ അറിഞ്ഞു അന്നത്തെ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു റെഗുലേഷൻ കൊണ്ടായിരിക്കണമെന്നില്ല, ഒരുപാട് ബ്ലാക്ക് മണി ഇന്ത്യയിലുള്ളത് കൊണ്ടായിരിക്കാം അന്ന് ചിലപ്പോൾ നമ്മൾ അന്ന് പിടിച്ചു നിന്നിട്ടുണ്ടാവുക എന്നും പല ആർട്ടിക്കിൾസിലൊക്കെ നമുക്ക് വായിക്കാം. അതിന് ശേഷമാണല്ലോ നമ്മളുടെ ഡിമോണിറ്റൈസേഷനൊക്കെ വരികയും ഒക്കെ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ പഠിക്കുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആണ്. നമ്മൾ പഠിക്കുന്ന ബാങ്കിങ് കമ്പനീസ് എങ്ങനെയാണ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. വെൻ കമ്പയർഡ് ടു അതർ കമ്പനീസ്, ബാങ്കിങ് കമ്പനിയും ഇൻഷുറൻസ് കമ്പനിയും ഒക്കെ വേറെ രീതിയിലാണ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ബാങ്കിങ് കമ്പനീസ് എടുക്കുകയാണെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബാലൻസ് ഷീറ്റും പിന്നെ എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. സോ അത് നമ്മൾ ഈ ഒരു കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ പഠിക്കുകയാണ്, ഹൗ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ് ബൈ ദ ബാങ്കിങ് കമ്പനീസ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഡെഫിനേഷൻ എന്ന് പറഞ്ഞു അല്ലേ. ബാങ്കിങ് റെഗുലേഷൻ ആൻഡ് 1949 അനുസരിച്ച് വാട്ട് ദ ബാങ്കിങ് ഈസ് ഓൾ അബൌട്ട്. It is accepting for the purpose of lending or investment of deposits of money from the public, repayable on demand or otherwise, and withdrawable by check, draft or otherwise. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്.
ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 എന്താണ് ബാങ്കിങ്ങിനെ കുറിച്ച് പറയുന്നത്. സോ നമുക്ക് ഈ ഡെഫിനിഷൻ അറിയാം. ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ബാങ്ക്സ് ആർ അക്സെപ്റ്റിംഗ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് ഓഫ് മണി എന്ന്. സോ ആരെയാണ് ബാങ്കിങ് കമ്പനി എന്ന് വിളിക്കുന്നത്? എനി കമ്പനി വിച്ച് ട്രാൻസാക്ട്സ് എ ബിസിനസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരു കമ്പനി അത് ബാങ്കിങ് ഫങ്ഷൻ ബാങ്കിങ് ബിസിനസ് നടത്തുന്ന എല്ലാ കമ്പനീസിനെ നമ്മൾ ബാങ്കിങ് കമ്പനി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് banking companies. In the next class we will study how they are preparing the financial statements, and what is the slip system of posting in banking, and what are the various books and journals maintained in banking companies, and all about. Okay, so thank you for now.